സുകുമാരക്കുറുപ്പിനെ പിടിച്ച് ഞങ്ങളാ കണ്ടുപിടിച്ച ഇന്റർനാഷണൽ ബ്രേക്കിംഗ്. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ് എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തായി? കലിപ്പ് തീരണില്ലല്ലേ. 24 ന്യൂസ് കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു ബ്രൂണയിലെ സുകുമാരക്കുറുപ്പ്. അതിനായി ഒരു റിപ്പോർട്ടർ വിമാനം കയറി ബ്രൂണയിലെത്തി. ഒരു മനുഷ്യന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആഷ്മിയൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുക, ഇതാ സുകുമാരക്കുറുപ്പ്, ഇതാ സുകുമാരക്കുറുപ്പ്. എന്തൊരു കഷ്ടമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ ചുട്ടുകൊന്ന അധമന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ആഷ്മിയൊക്കെ അങ്ങ് വിളിച്ചു കൂവായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ. എന്തടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ ഫോട്ടോ കാണിച്ചിട്ട് സുകുമാരക്കുറുപ്പ് ഇത് തന്നെയാണ് എന്ന് നിങ്ങളിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ വേറെ എന്ത് തെളിവാണുള്ളത്? എന്തൊരു ദ്രോഹമാണ് നിങ്ങൾ ആ കുടുംബത്തിനോടും മനുഷ്യനോടൊക്കെ ചെയ്യുന്നത്. കേട്ടപാതി നമ്മുടെ റിപ്പോർട്ടർ TV 24 കൊടുത്ത അതേ വാർത്ത കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങ് കൊടുത്ത്, എന്നിട്ട് അവരും അങ്ങ് പ്രഖ്യാപിച്ച് ഞങ്ങളാണേ ആദ്യം കൊടുത്തേ. അല്ല, ഒരർത്ഥത്തിൽ റിപ്പോർട്ടർ TV അങ്ങനെ ചെയ്തത് നന്നായി കേട്ടോ. ഇല്ലെങ്കിൽ 24 ന്യൂസ് ഈ കേസിൽ ഒറ്റപ്പെട്ടു പോയേനെ. സുകുമാരക്കുറുപ്പാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് എന്ന് 24 ന്യൂസ് ഉറപ്പിച്ചത് എങ്ങനെയാണ്? ഈ ഫോട്ടോ എടുത്ത പാരിജാതൻ ആരാണ്? അയാളുടെ ലക്ഷ്യം എന്താണ്? അല്ല, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ നടന്ന ചർച്ചയിൽ ആഷ്മിയ ഉറപ്പിച്ചു പറയാ, സുകുമാരക്കുറുപ്പ് ഇത് തന്നെ അധമൻ, ഇതാ ഒരാളെ ചുട്ടുകൊന്ന അധമൻ എന്നൊക്കെ. 24 ന്യൂസ് DNA പരിശോധനയൊക്കെ നടത്തി സ്ഥിരീകരിച്ച പോലെയാ ആഷ്മിയുടെ പ്രഖ്യാപനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ കേസ് അന്വേഷിച്ച SP-യുടെ ഒക്കെ വായ അടപ്പിക്കുന്ന രീതിയിൽ. SP-ക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല. ആഷ്മി അങ്ങ് അടിച്ചിടുക, പറഞ്ഞങ്ങ് സ്ഥാപിക്കുക. ഒരു നുണയെ സത്യമാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രത്തോളം അധ്വാനിക്കുന്നത്? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 83 വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായം ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെ. ആ ഫോട്ടോ കണ്ടിട്ട് പോലും നിങ്ങളതൊന്നും ആലോചിച്ചില്ല. ഒരുപാട് വിദഗ്ധ പരിശോധനകൾ നടത്തി എന്നൊക്കെയാ ഇന്നലെ പറഞ്ഞിരുന്ന ചാനലിലെ. ഈ ശാസ്ത്രീയ പരിശോധന എന്താണെന്നറിയോ? ChatGPT-ക്ക് കൊടുത്ത്, എന്നിട്ട് പല വയസ്സിലുള്ള ഫോട്ടോകൾ തരാൻ പറഞ്ഞ്. അതാണ് ശാസ്ത്രീയ പരിശോധന. എന്നിട്ട് അങ്ങ് പുറത്തു വിടുക. അയാൾ ആരും ആകട്ടെ, ഈ സ്വകാര്യത എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ അയാൾക്കും ഉണ്ട്. എത്ര പെട്ടെന്ന ഒരാളെ നിങ്ങൾ കൊലയാളിയാക്കി മാറ്റിയത്. ഒരു മാപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അങ്ങോട്ട് തീരും. ആ കുടുംബവും ആ മനുഷ്യനും അനുഭവിച്ച കഷ്ടപ്പാടിന് ആര് സമാധാനം പറയും? നിങ്ങൾ അടുത്ത ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പിറകെ പോവും. അപ്പോഴും ഈ സമൂഹത്തിലാണ് ഇവരൊക്കെ ജീവിക്കേണ്ടത്. അല്ല, നിയമപരമായി തന്നെ ഈ വിഷയം ആ കുടുംബം കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ല, അങ്ങനെ കൈകാര്യം ചെയ്യണം. ഇത്തരം വിഷയങ്ങളെ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യണം. ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾക്ക് വില പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതാണ് കയ്യിലിരിപ്പ്. ഇതിന് പ്രത്യേകിച്ച് എവിടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാർത്ത ജനങ്ങൾ വിശ്വസിക്കും? യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വാർത്ത, അത് കള്ളമാണെങ്കിൽ പിന്നെ അതിനെ പറഞ്ഞ് സത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ അങ്ങ് പോട്ടെ കേട്ടോ. ശരിക്കും നിങ്ങൾ കാണിച്ചത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്നങ്ങ് വിചാരിക്കുക. അതിന് ഇതായിരുന്നോ വഴി? നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സുകുമാരക്കുറുപ്പിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതല്ലല്ലോ അതിൻ്റെ വഴി. നിങ്ങൾ വാർത്ത കൊടുത്ത് നിങ്ങളെ റേറ്റിംഗ് കൂട്ടാനാണ് നോക്കിയത്. ഈ പറയുന്ന മനുഷ്യനെ സുകുമാരക്കുറുപ്പാണെങ്കിൽ അയാൾ അറസ്റ്റിലാകണമെന്നോ മരിച്ച ചാക്കോയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ സഹായം കൂടെ തേടുമായിരുന്നു. ഇതൊന്നുമില്ല. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള ഒരു വാർത്തയാണ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ കണ്ടുപിടുത്തം. കലിപ്പ് തീരണില്ലല്ലേ.